നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടിയോടൊപ്പമുള്ള യാത്രകൾ വളരെ രസകരവും അവിസ്മരണീയവുമായ ഓർമ്മകൾ നൽകുന്നതാണ്. വെള്ളി നക്ഷത്രം കാലത്ത് അങ്ങനെ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ ചെറുതും അങ്ങനെയുള്ള ലൊക്കേഷനുകളിലേക്കും അല്ലാതെ തിരിച്ചുമൊക്കെയുള്ള ചില യാത്രകളാണ്. എന്നാൽ വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ഇന്നും ഓർക്കാൻ പറ്റുന്നൊരു യാത്രയാണ് ഒരിക്കൽ ഷൊർണൂരിൽ നിന്ന് കുടകിലേക്ക് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ആ സിനിമയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. കുടകിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മേഘം എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഷൊർണൂരിൽ നിന്ന് കുടക് വരെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായി. അത് സത്യത്തിൽ അത് അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു. നമ്മളങ്ങനെ ദൂരെ യാത്രകളും അങ്ങനെ അധികം അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു യാത്ര മമ്മൂട്ടി നമ്മുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനോടൊപ്പം പോവുകയായിരുന്നു. സാധാരണ മമ്മൂട്ടിയോടൊപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ സംവിധായകൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും അദ്ദേഹത്തോടൊപ്പം അങ്ങനെ ഒരു ഭയഭക്തി ബഹുമാനം ഉള്ളതുകൊണ്ട് പലരും അങ്ങനെ ഒപ്പം പോകാറില്ല അന്നൊക്കെ. അപ്പം നമുക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ അദ്ദേഹത്തോടൊരു ഭയമൊന്നുമില്ല, അദ്ദേഹത്തോട് സ്നേഹമാണ്, തിരിച്ചും അങ്ങനെയാണ്. വളരെ സ്വതന്ത്രമായി വളരെ സന്തോഷമായി നമുക്ക് ഒപ്പം യാത്ര ചെയ്യാൻ, അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നതിന് വളരെ രസകരവുമാണ്. എന്തോ ആകട്ടെ, അങ്ങനെ ഷൊർണൂരിൽ നിന്ന് കുടകിലേക്ക് ഒരു ലോങ് ജേണി. അപ്പോൾ അത് കോഴിക്കോട് ചെന്നിട്ട് പിന്നെ കണ്ണൂർ കൂട്ടുപുഴ വഴി വനത്തിലൂടെയൊക്കെ ആയിരുന്നു ആ യാത്ര. ഘാട്ട് റോഡിലൂടെ ആയിരുന്നു യാത്ര. വളരെ രസകരമായ അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ആ സ്ഥലവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ അങ്ങനെ സംസാരിച്ചുള്ള യാത്രകളായിരുന്നു. എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടുകൂടി അവിടെ ഒരു 5-6 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ത്തോടുകൂടി പിന്നെ കുടകിലെത്തുകയും ചെയ്തു. ഈ യാത്രയെക്കുറിച്ച് പറയാൻ കാര്യം, അന്ന് മൈസൂറിൽ കുടകിൽ അദ്ദേഹം ജോയിൻ ചെയ്ത സിനിമ മേഘം എന്ന് പറഞ്ഞ സിനിമയാണ്. മേഘം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കേണൽ രവിവർമ്മൻ എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ വളരെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര സ്വീകരണത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടാക്കിയ കഥാപാത്രമാണ്. കാര്യം ഒരു സീരിയസ് രൂപഭാവങ്ങളുള്ള കഥാപാത്രം, പക്ഷേ അതൊരു കോമഡിയൻ ടച്ചുള്ള, ഒരു ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രമായിരുന്നു. സാധാരണ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഹെവി വെയ്റ്റ് അല്ലെങ്കിൽ വളരെ ശക്തമായ പൗരുഷമുള്ളതും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു അത്. കാരണം ന്യൂഡൽഹിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ജീവിതത്തിലെ രണ്ടാം ജന്മം പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു. അതായത് ന്യൂഡൽഹിക്ക് ശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ വളരെ പൗരുഷവും അതുപോലെ ഗാംഭീര്യവും സീരിയസും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറച്ച് അന്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്ത ഒരു കഥാപാത്രമാണ് മേഘത്തിലെ ഈ കേണൽ. പ്രിയദർശൻ സംവിധാനം ചെയ്ത മേഘം എന്ന സിനിമയിലെ കേണൽ രവിവർമ്മൻ എന്ന മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ആ നടൻ്റെ കരിയറിൽ പിന്നീട് ഇങ്ങോട്ട് വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയൊരു കഥാപാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ യാത്രയും ആ സിനിമയുടെ ലൊക്കേഷനും അവിസ്മരണീയമായ ഓർമ്മകളാണ് പിൽക്കാലത്ത് തന്നു എന്നത്. അപ്പോൾ എന്തായിരുന്നു ആ കഥാപാത്രം? അപ്പോൾ അതൊരു വളരെ ബോൾഡായിട്ടുള്ള എന്ന് തോന്നിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, പക്ഷേ വളരെ ലോലഹൃദയനും ഹ്യൂമറസ് ടച്ചുമുള്ളൊരു കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു എന്നാണ് ആ സിനിമയുടെ പ്രത്യേകത. കാരണം പ്രിയദർശൻ മോഹൻലാൽ കോമ്പിനേഷൻ മലയാള സിനിമയിൽ കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് മമ്മൂട്ടിയെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ രൂപം കൊള്ളുന്നത്. അപ്പോൾ അത് എന്ത് തരം സിനിമയാണ്, എന്താണ് അതിൻ്റെ ആ സിനിമ എന്നുള്ള ഒരു കൗതുകവും ആകാംക്ഷയും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. യഥാർത്ഥത്തിൽ
മമ്മൂട്ടി പിന്നീട് അങ്ങോട്ട് അവതരിപ്പിച്ചു. അതിനു മുമ്പ് മമ്മൂട്ടി അധികം ഹ്യൂമറസ് കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയുള്ള കഥാപാത്രങ്ങളോ മമ്മൂട്ടിക്ക് വഴങ്ങില്ല എന്ന ഒരു ധാരണയെ തിരുത്തിക്കുറിക്കാൻ നിദാനമായത്, അത് കാരണമായത് ഈ സിനിമയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ മമ്മൂട്ടിയുടെ കരിയറിൽ നിരവധി ഹ്യൂമറസ് ആയിട്ടുള്ള കോമഡി, അതായത് രസകരമായ ഫ്ലെക്സിബിലിറ്റിയുള്ള കഥാപാത്രങ്ങളെ വളരെ തന്ത്രപൂർവ്വം അവതരിപ്പിക്കുന്ന ഒരു നടനെയാണ് പിന്നീട് നമുക്ക് കാണാനായത്. അതിന് ആ മേഘം ഒരു വലിയ വിജയമായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ മേഘത്തിൽ തുടങ്ങിയ ഒരു ചലഞ്ച്, മമ്മൂട്ടി കോമഡിയും കൂടെ ചെയ്ത് വിജയിപ്പിക്കാനെടുത്ത ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി, അതിൻ്റെ ഒരു തുടക്കമായിരുന്നു ആ സിനിമ. അപ്പൊ അതിന് പ്രിയദർശനെ പോലെ ഒരു സംവിധായകൻ അതിന് തയ്യാറാവുകയും മമ്മൂട്ടി നായകനായി, അതായത് പ്രിയദർശൻ മമ്മൂട്ടി സിനിമകൾ അങ്ങനെ മലയാളത്തിൽ വളരെ വളരെ അപൂർവമാണ്. പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായിട്ടുമില്ല. അതിനുശേഷം പ്രിയദർശൻ മമ്മൂട്ടി സിനിമ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയണം. അപ്പൊ അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം ലാൽ ജോസ് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന മറവത്തൂർ കനവ്, പിന്നീട് തൊമ്മനും മക്കളും, പിന്നീട് പട്ടണത്തിൽ ഭൂതം, പിന്നീട് മമ്മൂട്ടിയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റാണ് ആയിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന രാജമാണിക്യം, അതുപോലെ തന്നെ പ്രാഞ്ചിയേട്ടൻ, ഇങ്ങനെ എത്രയോ സിനിമകൾ പിന്നീട് ഈ നടനിൽ വന്നൊരു ട്രാൻസിഷൻ. അതായത് ഇത് ഒരു ഹ്യൂമർ, ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള വേഷവും കൂടെ ചെയ്യാം. അപ്പൊ അതാണ് ആ വെല്ലുവിളി. ആ വെല്ലുവിളിയുടെ തുടക്കം മേഘം എന്ന് പറഞ്ഞ ആ സിനിമയിലെ കേണൽ രവിവർമ്മനായിരുന്നു. ഇത് പറയാൻ കാരണം, മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് വടവൃക്ഷങ്ങൾ പോലെ നിൽക്കുമ്പോൾ ഇവർ തമ്മിലൊരു കിടമത്സരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ എടുത്ത് അവതരിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ബദലായി അതുപോലെ തന്നെ അതിലും മികച്ചതായിട്ട് മോഹൻലാൽ പെർഫോം ചെയ്യുന്ന ഒരു സിനിമ വരികയും, അങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു മത്സരം ഇവർ തമ്മിലുണ്ടായിരുന്നു. മമ്മൂട്ടി ഉണ്ടെങ്കിലേ മോഹൻലാൽ ഉണ്ടെങ്കിലേ മമ്മൂട്ടി എന്നുള്ള ഒരു ആരോഗ്യപരമായ മത്സരം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണ്ട് 80കളുടെ തുടക്കം മുതൽ മമ്മൂട്ടി താരമായി വരികയും അതിന്റെ പിന്നാലെ മോഹൻലാൽ ഒരു താരമായി മോഹൻലാൽ വളർന്നു വരികയും ചെയ്തുവെങ്കിലും ഇവരെ പരസ്പരം ബീറ്റ് ചെയ്ത് ഒരാൾ മുകളിലേക്ക് പോകാൻ വിടാത്ത രീതിയിൽ ഇവർ പരസ്പരം മത്സരിച്ചുകൊണ്ട് പരസ്പര പൂരകങ്ങളായി, അല്ലെങ്കിൽ പരസ്പരം ഇവരുടെ നിലനിൽപ്പ് തന്നെ, ഇവർ രണ്ടുപേരുടെയും വളർച്ചയും ഒക്കെ ഇവരുടെ ആ ഒരു മത്സരം തന്നെയായി. അപ്പൊ അത് ഓരോ സിനിമയും അന്നത്തെ ഓരോ മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരമുണ്ട്. ആ മത്സരം എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ മത്സരമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ മേഘം എന്ന് പറഞ്ഞ സിനിമ. യഥാർത്ഥത്തിൽ മേഘം ഒരു പ്രിയദർശൻ തേന്മാവൻ കൊമ്പത്ത് അല്ലെങ്കിൽ കിലുക്കം, അതുപോലെ ഭയങ്കരമായ ഹിറ്റ് മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് പ്രിയദർശൻ മമ്മൂട്ടി സിനിമ വരുന്നത്. അപ്പൊ അത് ആ മോഹൻലാലിന്റെ ഗ്രൗണ്ടിലേക്ക് കടന്നു കയറി ആ ഫ്ലെക്സിബിലിറ്റിയുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് അവിടെ കൊടി നാട്ടാനുള്ള ഒരു ആരോഗ്യപരമായ മത്സരം തന്നെയായിരുന്നു ആ മേഘം എന്ന സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഇതിലേറെ കൗതുകകരമായ ഒരു വസ്തുത, ഇവർ പരസ്പരം നിലനിൽക്കണമെന്ന് ഇവർ തമ്മിലൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. മമ്മൂട്ടി നിലനിൽക്കണമെന്ന് മോഹൻലാലിന് അതിഭയങ്കരമായ ആഗ്രഹം, മോഹൻലാൽ നിൽക്കണമെന്ന് മമ്മൂട്ടിക്ക് അതിഭയങ്കരമായ ആഗ്രഹം. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലൊരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മേഘം നിർമ്മിച്ചിരിക്കുന്നത് സുരേഷ് ബാലാജിയാണ്. അപ്പം സുരേഷ് ബാലാജി ചിത്രങ്ങളെല്ലാം മോഹൻലാലായിരുന്നു നായകൻ. പിന്നീട് മിഥുനം, ഗാന്ധർവം, നിർണയം, അങ്ങനെ നിരവധി ഒട്ടേറെ ചിത്രങ്ങൾ സുരേഷ് ബാലാജി നിർമ്മിച്ചു. അപ്പൊ അങ്ങനെ നിർമ്മിച്ചു വന്ന ആ നിർമ്മാണ കമ്പനിയാണ് മമ്മൂട്ടിയെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. അപ്പൊ അത്തരമൊരു സിനിമ മമ്മൂട്ടിയെ നായകനായി ചെയ്യുമ്പോൾ അത് മമ്മൂട്ടിയെ വേറൊരു തട്ടിൽ നിലനിർത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമമായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടി. അപ്പൊ അങ്ങനെ ആ സിനിമയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയിലെ നടന് ഒരു ഹ്യൂമറസ് ടച്ചുള്ള കഥാപാത്രങ്ങൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ചെയ്യുകയായിരുന്നു. മമ്മൂട്ടിയുടെ കരിയർ നമ്മൾ നിരീക്ഷിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ആദ്യ കാലഘട്ടത്തിലെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പിന്നീട് ന്യൂഡൽഹിക്ക് മുൻപ്
അപ്പൊ അതുപോലെ ന്യൂഡൽഹിക്ക് ശേഷം സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ളതും എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചു പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം, അതിന് തുടക്കം കുറിച്ച ഒരു ചിത്രമാണ് ഈ മേഘത്തിലെ ഈ കേണൽ, അതിലെ പാട്ടുകളും. അപ്പം ഞങ്ങൾ അന്ന് അവിടെ ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ അന്ന് പൂജ ബത്ര എന്ന് പറയുന്ന നടിയും അതുപോലെ തന്നെ ദിലീപുണ്ട്, ശ്രീനിവാസനുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം കോമഡി സിറ്റുവേഷൻസാണ്. ഒരു വലിയ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, യുദ്ധങ്ങൾ കണ്ട ഉദ്യോഗസ്ഥൻ ഈ നാട്ടാനെ കണ്ട് ഭയക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഹ്യൂമറസ് സിറ്റുവേഷനാണ് ശ്രീനിവാസൻ അതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. പിൽക്കാലത്ത് ആ സിനിമ ഇപ്പോൾ ആളുകൾ ടെലിവിഷനിലൊക്കെ വരുമ്പോൾ കണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമറസ്, ഒരു കോമഡി ടച്ചുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയിലൂടെ മമ്മൂട്ടിയുടെ പിന്നീടുള്ള 10-15 വർഷക്കാലം, പിന്നീട് അദ്ദേഹം അതിനെ തുടർന്ന് വന്ന് അതിൽ നിന്ന് മാറി മാറി വന്ന ആ ഛായയുള്ള ചിത്രങ്ങളായിരുന്നു, പല നായക കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം പിന്നീട് അവതരിപ്പിച്ചത്. അതൊക്കെ വലിയ വലിയ വിജയങ്ങളായി മാറുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ മമ്മൂട്ടി നിലനിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ മേഘം തിയേറ്ററിൽ വന്ന് വലിയൊരു വൻ വിജയമായില്ലെങ്കിലും അതൊരു പുതുമ സമ്മാനിച്ച ഒരു സിനിമയായി മാറി. പക്ഷെ ആ സിനിമ ചരിത്രപരമായും ഒരു അവിസ്മരണീയമായ ഓർമ്മകൾ നൽകുന്നതും, ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്ന ഒരു കഥാപാത്രത്തെ സമ്മാനിക്കുന്നതും ഒക്കെ ഒരു വലിയ വലിയ സംഭവമായി ആ സിനിമ മാറി.